പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പീപ്പിൾ റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ ഫോർ അർബൻ ഡെവലപ്മെന്റ് ഒരു വർഷം പിന്നിടുന്നു. ഇതോടനുബന്ധിച്ച് പ്രൗഡിന്റെ ലേഡീസ് ചേംബറിന്റെ നേതൃത്വത്തിൽ ആനന്ദധാര എന്ന പുതിയ ക്ഷേമ പദ്ധതിക്കും തുടക്കമാവുകയാണ്. വിവാഹമോചിതർക്കും വിധവകൾക്കും മാനസിക പിന്തുണയും നിയമോപദേശവും സാമൂഹിക കരുതലും നൽകുന്ന കൂട്ടായ്മയായി ഈ പദ്ധതി പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ചിട്ട ശേഷം മാസങ്ങളായി ശോചനീയാവസ്ഥ തുടരുന്നതിനെതിരെ പ്രൗഡ് നിയമപരമായ നീക്കവും ആരംഭിച്ചിട്ടുണ്ട് എന്നും ഭാരവാഹികൾ അറിയിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ സംഘടന നടപ്പിലാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. പ്രൗഡിന്റെ ലേഡീസ് ചേംബറിന്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. അതായത് ആനന്ദധാര എന്നുള്ളൊരു ഫോറം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് മെയിനായിട്ട് അതായത് ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്കും അതായത് വിവാഹമോചിതരായവർക്കും ഒരു കൂട്ടായ്മയാണ് നമ്മൾ തുടങ്ങുന്നത്. മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ ഒരുപാട് മെന്റൽ ടെർമോയിലിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. സോ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷണൽ സപ്പോർട്ടായിട്ടും ഇൻ ടോട്ടലായിട്ട് അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അവരിപ്പോൾ ഒരുപാട് സോഷ്യലൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളവർ ഒരേ ഇതിലുള്ളവർ കൂട്ടായ്മ ഉണ്ടാവുമ്പോൾ അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അവരുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റി വെച്ച് അവർക്ക് ആ ഒരു ഒരു പുതിയൊരു ലൈഫ്, ആ ഒരു പുതിയൊരു ഹോപ്പ് കൊടുക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത്. പ്രൗഡിന്റെ ലേഡീസ് ചേംബറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആനന്ദധാര എന്ന പുതിയ ക്ഷേമ പദ്ധതിയെ ജീവിത പ്രതിസന്ധി നേരിടുന്നവർക്ക് ആത്മവിശ്വാസവും പരസ്പര പിന്തുണയും നൽകുന്ന വേദിയാക്കുകയാണ് ലക്ഷ്യം. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ചിട്ടത് പൊതുജനങ്ങൾക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വകുപ്പ് 133 പ്രകാരം RDO കോടതിയെ സമീപിച്ചതായി സംഘടനയെ അറിയിച്ചു. പരാതി നൽകിയിട്ട് ഏകദേശം 1 മാസം പിന്നിട്ടിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അറിയിച്ചു. ജീവിത സാഹചര്യം പ്രയാസപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഗൃഹനാഥൻ നഷ്ടപ്പെട്ടു, കൂടുതലും അങ്ങനെയല്ല, ഭാര്യ ഭർത്താവ് എന്നൊരു സ്ഥാനത്തിൽ ഉപരി ഈ കുടുംബനാഥന് നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ നടത്തി പോകാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസങ്ങൾ നേരിടുന്നത്. പുറത്തങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ വിഷമങ്ങളൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്യുകയും അവർക്ക് പ്രചോദനം നൽകുകയും മറ്റു മാർഗങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള പാത സൃഷ്ടിച്ചു കൊടുക്കുകയും പിന്തുണക്കുകയും സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇത് കൊട്ടിഘോഷിച്ച് വിളംബരം നടത്തി ആളുകളെ വലിയ തോതിൽ അറിയിച്ച് ഇങ്ങനെ സംഗമങ്ങളൊക്കെ എപ്പോഴും വാർത്തയാക്കിയിട്ടൊന്നും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. കാരണം മാനസിക സംഘർഷത്താൽ ജീവിക്കുന്ന ആളുകളെ പുറത്തിങ്ങനെ കാണിച്ചുകൊണ്ടും അതൊരു ആഘോഷമാക്കി വരുന്നില്ല. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന്റെ പ്രചരണങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയണമെങ്കിൽ പത്രത്തിലൂടെയും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ പറ്റും. വാർത്താ സമ്മേളനത്തിൽ പ്രൗഡ് ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ, സെക്രട്ടറി ജനറൽ ഹിതേഷ് ജെയിൻ, ലേഡീസ് ചേംബർ സപ്പോർട്ട് ലീഡർ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ് എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.